സാധനം തീർന്നല്ല. അത് മതി, ഒരെണ്ണം കൂടെ എടുത്താലാ? വാ വീട്ടിൽ പോവാ. ഇത് വറ്റി. പിന്നെ വറ്റാണ്ടൊക്കെ ഡാമല്ല, ഒരു അരയും മേടിച്ചിട്ട് വന്നേക്കാണ്. നീ ഒരു ചെറുപ്പക്കാരനാണോടാ? എന്താ ചെറുപ്പക്കാർക്ക് താളത്തിലൊക്കെ വിടാൻ പാടില്ലടാ. തള്ളു 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 തള്ളു. ഇവനിന്ന് ഒന്ന് പോകൂടാ. രണ്ടെണ്ണം അടിച്ചല്ലേ ഉള്ളൂ, ഒന്നും കഴിച്ചില്ല. അല്ലെങ്കിലും കഴിക്കണം, നിന്റെ കൂടെ നടന്ന പട്ടിണിയാണ്. എടാ നമ്മുടെ പാട്ടുപാടിയില്ല. നാട്ടുകാരെ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ. തീരങ്ങളിൽ ലഹരിയിൽ മുറുകവേ ശാന്തമീ രാത്രി. നീ എന്തൊട്ട് പോക്കാടേ പോണ്? പോയടാ, ഞാൻ അങ്ങോട്ടൊന്നും കാണാൻ എന്താ രസം, എന്താ ഭംഗി. നീ എവിടെ കാണും? ഒന്ന് നിർത്താവ്, ആൾക്കാരി കേക്കും. ഒന്ന് പോയടാ രമേശ, നിനക്ക് വേണേ കേട്ടാ അതെല്ലാം മാറി നിക്ക്. ആസാന്നില്ലാത്ത ജന്തു. നീ വെള്ളമടിച്ച പോരാട്ടാ, ഒരുമാതിരി കൊത്തി ചെക്കന്മാരെ പോലെ. ഓ ഇയാള് വലിയ പുണ്യാളൻ. എടാ കള്ളു കുടിച്ചിട്ട് ഫിറ്റായിട്ട് ഫിറ്റാത്തല്ല അവനെ നീ ബ്ലഡി ഫൂൾ. അങ്ങനെ വേണം. പണ്ട് കാരണന്മാര് പറഞ്ഞിട്ടില്ലേ, വെള്ളം അടിച്ച വയറ്റി കിടക്കണം. രമേശ എന്താടാ? ക്ലീഷയാണ് എന്നാലും പറയാം. എടാ മണ്ട, വയറ്റ് കിടക്കാനാണെങ്കിൽ വല്ല വച്ചോളം മേടിച്ച് കുടിച്ചാൽ പോരെ. എടാ നമുക്ക് നല്ല കള്ളൊക്കെ കുടിച്ച് രണ്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങോട്ട് തിമിർക്കണം, ആർമാദിക്കണം. ഒതുക്കത്തിൽ കിട്ടി ആർക്കെങ്കിലും പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണം, എന്നാലൊരു സുഖമുള്ളൂ. പറ്റായി. വീട്ടിൽ പോവാ. നീ എന്തിനാ മേടിക്കണേ? നമ്മൾ ഈ സൈക്കിൾ വന്നങ്ങനെ വെറുതെ ആണ്. എടാ വെള്ളം അടിച്ച് സൈക്കിൾ ഓടിച്ചാൽ പിടിക്കാനുള്ള വകുപ്പൊന്നും ഇവിടെ ഒരുത്തനും ഇല്ല. അതല്ലടാ, നീ ഒന്നും പണയണ്ട. വല്ലപ്പോഴും ഒരിക്കലാണ് കള്ളുകൊടുത്തും ചില്ലാണത്. നീ എന്നാന്നും സമ്മതിക്കൂല. നീ എന്താന്ന് വെച്ചപ്പോ ചെയ്യങ്ങട്. നമുക്ക് ഈ പ്രൊഫഷണൽ കുടിയന്മാരൊക്കെ പറ്റുള്ളൂ. എന്റെ പൊന്നെ, ഒരു പ്രൊഫഷണൽ കുടിയ കള്ളൻ. കെട്ടിക്കാൻ പോണം. നിർത്തണ വണ്ടി. ഒരു സൈക്കിള് വീണതാണ് അത്രയും കിടത്തിളക്കണ. നീ വിട്ടോട്ടോ, അല്ലെങ്കിൽ നല്ല നല്ലൊരു ഇട്ടിനെ കിട്ടും. എന്താ നോക്കണം നീ? എന്ത് ചെയ്യുന്നോടാ പറഞ്ഞ? എന്താണ് നിനക്ക് പ്രശ്നം? എന്താ ചൂടാവണേ? നീ വിട്ടോട്ടോ. അവനോ അവൻ്റെ ഒരു സൈക്കിളും. മയിരേ, നീ ഇതായിരുന്നു വാങ്ങിയതാ. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ തലയിട്ട് പോലെ ഇവനാരാടാ? എഴുന്നേക്ക്. അല്ല, സൈക്കിൾ എടുക്കണ്ടേ? അത് അവനെ കൊണ്ട് തന്നെ എടുപ്പിക്കാൻ എനിക്കറിയാം. നടന്ന അങ്ങനോട്ടാ ശരിയാവില്ല. വീട്ടിൽ പോവാ. നീ ആ അന്വേഷണം വിളിച്ചേ. എന്തിന്?
ആ കാടമുത്ത് നിന്നെ തേച്ചൊട്ടിച്ചില്ലേ? അവൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ ചങ്കാണ് തേങ്ങയാണ്. ഒരു ആവശ്യത്തിന് വെച്ചാൽ കിട്ടുമോ? രമേശൻ ബ്രോ, എന്താ പരിപാടി? എടാ ഞാനാ കണ്ണനാ. നീ അത്യാവശ്യമായിട്ടാ മുക്കുള പാലത്തിലേക്ക് വന്നേ, ഒരു സീനുണ്ട്. എന്ത് സീൻ? എന്താ ഒരുത്തമ്പോ നിന്റെ മെക്കിട്ട് കയറിയടാ. കണ്ണൻ ബ്രോ, ഞാനേ ഇച്ചിരി തിരക്കില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ട് ഒന്ന് പുറത്തു പോകണം. ആ ചേച്ചി ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട് എങ്ങനെയാടാ പറ്റില്ല എന്ന് പറയാ. അവനെന്താ പറഞ്ഞേ? അവനാ പെണ്ണുമ്പുള്ള മണപ്പിച്ചിറക്കാണ്. അവനും ഇല്ല അല്ലേ? എടാ തെണ്ടി, നിനക്കും കൊള്ളോട്ടെ ഇടി. അപ്പൊ ഞങ്ങളാരും വരില്ല, തിരിഞ്ഞു നോക്കില്ല. ഇടിയൊക്കെ ഏതൊക്കെ വഴിക്ക വരണമെന്ന് പറയാൻ പറ്റില്ല കേട്ടാ. വാ തെറിക്കാം. വീട്ടിൽ പോന്ന് കുളിച്ചെടുന്ന് തുടങ്ങിയാൽ എല്ലാം മറന്നോളൂ. നീ മറക്കും, ഞാൻ മറക്കൂല. കാരണം പോഞ്ഞതേ എന്റേതാ. നീ വിട്ട് കളയാൻ പറ്റുമെങ്കിൽ വിട്ട് കള. നിനക്കെൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റും? നിൽക്കാൻ പറ്റോ? എല്ലാത്തിനും മനസ്സിലാടാ ഒട്ടിത്തിൻ്റെ. നിക്കട കണ്ണ, നിനക്കെന്താ വേണ്ടത്? അവന്മാർക്ക് രണ്ടെണ്ണം കൊടുത്താൽ നിന്റെ പ്രശ്നം തീരുവോ? ഒരാളുണ്ട്, പാർട്ടിക്കാരനാ. തല്ല് കൊള്ളണ പാർട്ടിയാ കൊടുക്കണ പാർട്ടിയാ? അടി കൊടുക്കണത്. എടാന്നല്ല ബാബു, മെമ്പറാ. ആ എന്താടാ? ചേട്ടാ, ചെറിയൊരു അടിപിടി, അവന്മാര് തിരിച്ചടിക്കണം. ഒത്തീർപ്പാക്കിയ മതിയോ അതോ? ഒത്തുതീർപ്പാ. മെമ്പറെ ഒത്തീർപ്പാക്കാൻ പറ്റില്ല, കൊട്ടേഷൻ വേണം, കൊട്ടേഷൻ. നീ ആള് കൊള്ളാലോ. കാശ് കൊടുക്കേണ്ടി വരും. കാശ് നമുക്ക് കൊടുക്കാൻ പറയാം. അതെത്ര വരും? ഒരു 10-30,000 കൊടുക്കേണ്ടി വരും. 30,000 കുറച്ച് കൂടുതലല്ലേ? മെമ്പറിൻ്റെ കമ്മീഷൻ അടിക്കല്ലേട്ടാ, അത് നമുക്ക് പിന്നെ സെറ്റാക്കാം. അത് ഞാൻ വാങ്ങിച്ചോളാം. ഒരു 20,000 കൊടുക്കാണ്ട് എങ്ങനെയാ? അവർക്ക് കുപ്പി വാങ്ങിക്കാനെങ്കിലും തികയണ്ടടാ. 20,000 പിന്നെ ബാബമ്മറെ വിളിച്ചാൽ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ എനിക്ക് നേരത്തെ അറിയാവുന്നിട്ടാ. മതിടാ മതി. പിന്നെ ഞാൻ വരില്ല കേട്ടോ, നിങ്ങൾ തന്നെ നേരിട്ട് ഡീൽ ചെയ്താൽ മതി. കാര്യം കുരുത്തം കെട്ടവരാണെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവൂടാ. ഓ ആ അല്ല, ഇതിപ്പോ സ്ഥലം എവിടെയാണത്? നിങ്ങളിപ്പോ എവിടെയാ? ആ അവിടുന്ന് നേരെ അങ്ങോട്ട് വിട്ടാൽ മതി. ആ റെയിൽ അങ്ങോട്ട് കയറി ഇറങ്ങാം. വടക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടും കമ്പനി കാണാം. അവിടെ ചെന്ന് ദിലീപിനെ കണ്ടായിരുന്നേ, ഒക്കെ ഞാൻ പറഞ്ഞോളാം. ഇവർക്ക് വലിയ ടീമായിരിക്കും അല്ലേ? ആയിരിക്കും. ഇവന്മാരായിട്ട് കമ്പനി അടിച്ചാ തല്ലാൻ വിളിച്ചാ പിന്നെ കാശ് കൊടുക്കണ്ടല്ലേ? പിന്നെ കാശ് കൊടുക്കണ്ടേ? അവന്മാര് വെറുതെ വരാൻ നമ്മൾ അടയന്മാരൊന്നുമല്ലല്ല, കയ്യിരിക്കണ കാശാണ്. ഒരു നല്ല കാര്യത്തിനല്ലടാ. ഏതാണ്ട നീക്ക ദിലീപേട്ടനെ കാണാവുന്ന ഒരു വർക്കുണ്ട് ഇടന്നെ പോച്ചിട്ടും പറഞ്ഞിട്ട്. ആ ഓ നീ എന്തിനീ ഏറാമോട് സംസാരിക്കാൻ പോണേ? നമുക്ക് കണ്ട തലേനല്ലേ ഈ ഏറാമൂലക്കണ പോയി തല്ലണത്. അവരോടൊക്കെ നമ്മൾ കമ്പനി അടിക്കണ്ടേ? നിനക്കിതൊന്നും അറിയാൻ പാടില്ലേ? പറഞ്ഞ പണി പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കാശിന്റെ കാര്യത്തിൽ മാറ്റമില്ലാതിരുന്നാൽ മതി. മാറ്റം വന്ന രാജീവിന്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. ദിലീപേട്ടൻ കൂടുതൽ കഥയൊന്നും പറയാൻ നിൽക്കണ്ട. നേരെ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കല്ലേ, പള്ളയിൽ ഓട്ട വീഴും. ബീനു വന്നിട്ടുണ്ട്.
ഇതടാ. ബാബു ചേട്ടൻ പറഞ്ഞിട്ടാ. ഓ, ഇടനില പാമ്പിൻ്റെ ആൾക്കാരല്ലേ? കയ്യോ അതോ കാലോ? ഇടത്തേക്ക്. എൻ്റെ സംഗതിയിൽ വന്ന് എനിക്കിട്ട് തന്നെ കൊട്ടേഷനാ. കൊള്ളാടെ പിള്ളേരെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ആണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം, ഒന്നും പിന്നത്തേക്ക് ബാക്കി വയ്ക്കരുത്. ഓടിയാടോ. എൻ്റെ ഇടങ്കയുടെ സുഖം മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ, എൻ്റെ വലങ്കയുടെ ആക്ഷൻ നീ കണ്ടിട്ടില്ലല്ലോ. പുലിമട കയറിയിട്ട് തന്നെയാണ് നിന്റെ ഇരപിടുത്തം. തീർന്നാ നിന്റെ കഴപ്പ്. ശവത്തെ കുത്തലടാ. ഞാൻ വെള്ളമൊടിച്ച് എങ്ങനെ നിനക്കറിയാലോ. നീ വേണ്ട എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഒരാളൊരു കാര്യം പറ, ചാടി ഇറങ്ങി പുറപ്പെടാ പൊട്ട വേണ്ടത്. എന്റെ നടുവടക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇതിന്റെ കണ്ണടിച്ചാൽ താത്തിട്ട് തന്നെ. വെറുതെ കുറെ ശത്രുക്കൾ ഉണ്ടാക്കി. എടാ മണ്ട, നിനക്കല്ലേ നമ്മൾ നിർബന്ധം. ഇപ്പൊ അവിടെ നിന്ന് ഇപ്പൊ എന്തായി? ദേ ഇപ്പൊ എന്റെ കൈ വെക്കാൻ പാടില്ല, അടിയും കിട്ടി. എടീ വക്കീലും ഡോക്ടറെ പോലെ പ്രൊഫഷണൽ ഗുണ്ടകളും. വെള്ളമടിക്കുമ്പോ ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്, എനിക്കും കിട്ടിയതല്ലേ. മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ്, അതിൻ്റെ കൂടെ നീ കൂടി കൊടുക്കാൻ തീർന്ന്. രമേശാ, ട്രെയിൻ വന്ന് അവന്മാരെ മിസ്സായി. എനിക്കവരെ വേണം.